നിങ്ങളെ കൊണ്ടുപോകുന്നത് ഏറ്റവും ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ താരം ദിലീപേട്ടനുമായി ഇനി ഒരല്പം നേരം നല്ല ചെടിയും വർത്താനവുമായി നമുക്ക് പോകാം. ദിലീപേട്ടന് ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരു നടന് സൂപ്പർ സ്റ്റാർ എന്ന പേരാണ് കിട്ടാറ്. ദിലീപേട്ടൻ്റെ ഒരു പടങ്ങളിങ്ങനെ തുരുതുരാന്ന് ഹിറ്റായ സമയത്ത് മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം കൂടെ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞപ്പം നസീർ സാറിന് നിത്യഹരിത നായകൻ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരു പുതിയ പേര് സിനിമയിൽ ഇതുവരെ ഇല്ലാത്തൊരു പേരായിരുന്നു ജനപ്രിയ നായകൻ എന്ന് പറയുന്ന പേര്. ഈ പേര് കിട്ടിയപ്പോൾ എന്ത് തോന്നി? അതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? അല്ലെ, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. എന്നെ എൻ്റെ പ്രേക്ഷകർ കാണുന്നത് അവരുടെ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരാളെ പോലെ, അല്ലാണ്ട് ഒരു താരെന്നോ ഒരു സിനിമാടൻ ആ ഒരു രീതിയിലല്ല എന്നോട് ഇപ്പോൾ ലൊക്കേഷനിൽ ചെന്നാൽ പോലെ എന്നോട് പെരുമാറുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്തേക്ക് ആർക്കെപ്പോൾ ആണെങ്കിലും കയറി വരാം. ഒരു എന്താ പറയുക, അതിർത്തികളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എല്ലാം കഴിഞ്ഞ അടുത്ത കാലത്ത് പത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് സായിബാബയായിട്ട് അഭിനയിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആ ചിത്രത്തിൻ്റെ? അതാദ്യം ഒരുപാട് ആൾക്കാരിലൂടെ യാത്ര ചെയ്താണ് ആ വേഷത്തെക്കുറിച്ചിട്ട്. അവസാനം ഞാനത് കമ്മിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അദ്ദേഹത്തിൻ്റെ നോസും പുരുകവും മുടിയൊക്കെ വെച്ചിട്ട് എൻ്റെ മുഖത്ത് അത് മാച്ച് ചെയ്തിട്ടുള്ളൊരു മെയിൽ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാൻ ഇത്രയും ചായ ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത കാലത്ത് അറിയാൻ കഴിഞ്ഞു അമിതാഭ് ബച്ചൻ, ഹിന്ദിയിലെ ഇത്രയും വലിയ ഭാഷ അമിതാഭ് ബച്ചൻ വന്നിട്ട് ദിലീപേട്ടൻ്റെ മുന്നിൽ നടുവളച്ചു എന്ന് കേട്ടു. ഒരു സംഭവം ഉണ്ടായി. അത് ഒരു ഭയങ്കര സംഭവമാണ്. പരസ്യത്തിന് മറ്റേ അഭിനയിക്കാൻ വന്നപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താ സംഭവം? എന്താ അത് അദ്ദേഹത്തിന് നടുവളക്കേണ്ടി വന്നു എൻ്റെ മുമ്പിൽ. എന്തായിരുന്നു കാര്യം? എന്നുവെച്ചാൽ പുള്ളിക്ക് നല്ല ലൈറ്റാണ്. ഞാനും പുള്ളി ഇങ്ങനെ അപ്പോൾ പുള്ളിക്ക് ഒന്ന് ഹഗ് ചെയ്യണമെങ്കിൽ പുള്ളി നാച്ചുറലി ഒന്ന് വളച്ചേ പറ്റുള്ളൂ. അത് എങ്ങനെ ഉണ്ടായിരുന്നു ദിലീപേട്ട അതിൻ്റെ ഒരു അനുഭവം? അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളിലൂടെ പോകുന്ന ഞാൻ സിനിമാ നടനായത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഞാൻ മൊത്തം അത്ഭുതങ്ങളുടെ ലോകത്തിലെപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോഴും സൈഡിൽ നോക്കുമ്പോഴും. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ശക്തിയാണ് എൻ്റെ ഒരു ബലം. ഒരിക്കലും അങ്ങനെ നടക്കില്ല എന്ന് പറയുന്ന ചില സ്വപ്നങ്ങളില്ലേ, വെറുതെ കണ്ടു കളയാം എന്ന് പറയുന്ന. അമിതാഭ് ബച്ചൻ്റെ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി ഇഷ്ടം പോലെ എത്ര സിനിമകൾ. ഇപ്പോൾ ഒരിക്കലും ഞാൻ 95 ബച്ചൻ സാറിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുമ്പോൾ ആഗ്രഹമുണ്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. പക്ഷെ 2 ദിവസം അടുത്തിടപഴകാനും നമ്മളെക്കുറിച്ച് പുള്ളി മനസ്സിലാക്കാനും നമ്മുടെ പേരെടുത്ത് വിളിക്കുക, നമ്മൾ പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ പുള്ളി 3-4 പ്രാവശ്യം എന്നെ വിളിച്ചു. അപ്പോൾ ഒക്കെ ചാനൽ ഇൻ്റർവ്യൂവിലാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ആഡ് ചെയ്ത അതിൻ്റെ ഡയറക്ടർ ശ്രീകുമാർ എന്നെ വിളിച്ചിട്ട്, ബച്ചൻ സാർ ഒരുപാട് നേരം നിങ്ങളെ നോക്കി. അവസാനം അപ്പോൾ അദ്ദേഹം ലണ്ടനിൽ ഒളിമ്പിക്സിൻ്റെ അതിന് പോകാൻ വേണ്ടിയിട്ട് നൈറ്റ് ഫ്ലൈറ്റിന് പോകണം. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. അപ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ എന്നത് അദ്ദേഹത്തോട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഷോട്ട് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് അനുഗ്രഹിക്കുക പരസ്യത്തിലുള്ള. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ദൈവം നേരിട്ട് ഇറക്കിയ പോലെ തോന്നുക. കാരണം എൻ്റെ ഫീലാണത്. അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് അപ്പോൾ നമ്മളെ ഹഗ് ചെയ്യുക എന്നൊക്കെ പറയും. നമ്മൾ സ്വപ്നം. ഞാൻ 2 ദിവസം കുളിച്ചൊന്നുമില്ല. പിന്നെ ഇത് അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ ചില പടങ്ങൾ മറ്റു ഭാഷയിൽ വേറെ നടന്മാർ, ഇപ്പം കുഞ്ഞിക്കൂനൻ സൂര്യ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ ചെയ്ത കഥാപാത്രമാണ്. പിന്നെ സൽമാൻ ഖാൻ ബോഡിഗാർഡിലൊക്കെ ചെയ്യുന്ന ആ സിനിമകൾ കാണാറുണ്ടോ? പിന്നെ കാണുമ്പം എങ്ങനെ? ഞാൻ ബോഡിഗാർഡ് കണ്ടത് ദുബായിൽ വെച്ചിട്ടാണ്. ഞാനപ്പോൾ തന്നെ സിദ്ദിഖ് അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും ബോഡിഗാർഡ് ഇവിടെ മലയാളത്തിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നൊരു ടൈലൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് സിദ്ദിഖെടുത്ത് പറഞ്ഞു. ഇങ്ങനെ അവസാനം അതെങ്ങനെ ആ കുട്ടി അറിയാൻ അങ്ങനെ ഒരു സംസാരം. പക്ഷെ ആ വേർഷൻ ഇങ്ങനെ സംസാരിച്ച അതിൻ്റെ ഒരു കറക്റ്റായ എലിമെൻ്റ് ഹിന്ദിയിൽ ചെയ്തിരുന്നു. കാരണം ആ ഫോണിലൂടെ ഈ ബോഡിഗാർഡ് കരീനെ വിളിക്കുന്നൊരിതുണ്ട്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച നയനെ ഇയാൾ കുട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോണിലൂടെ പ്രൈവറ്റ് നമ്പർ കോൾ ഇവൾ ഷോക്ക് ആവുകയാണ്. ഫോൺ എടുക്കുമ്പോൾ കുട്ടി ശബ്ദം കേൾക്കുമ്പോൾ ഇവള്
ഞെട്ടുക. എന്നെ ബോഡി ഗാർഡ് ജയേഷൻ സ്പീക്കിംഗ് എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഫുൾ കാര്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞത്. പക്ഷെ അത് ഹിന്ദിയിൽ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലാണ് തോന്നിയത്. ഞാൻ ഇക്കടുത്ത് പറഞ്ഞു, ഇക്ക നിങ്ങൾ അത് അവിടെ ചെയ്തല്ലേ ഇത് ചോദിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ ശരിക്കും നമ്മൾ കുറ്റം പറയണമല്ല, മറ്റ് എല്ലാ ലാംഗ്വേജിലും സ്ട്രേറ്റ് വേണമെങ്കിൽ നമുക്ക് ഐ ലവ് യു എന്നുള്ള കാര്യം പറയാം. ഇപ്പം എനിക്കൊക്കെ തമാശകളിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ സീരിയസ് ആയിട്ട് ഒരാൾക്ക് ഐ ലവ് യു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നൊക്കെ പോയി കഴിഞ്ഞു, സ്ട്രെയിറ്റ് ഒരു ഐ ലവ് യു പറഞ്ഞെടുത്തത് വേറെ തരത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ പ്രണയം കൈമാറുന്നത്. ഒരു പ്രേമം ഇപ്പൊ പച്ചക്കറി പറയാൻ പറ്റാത്തൊരവസ്ഥ. ഈ കുറെ നാളായിട്ട് അല്ലെങ്കിൽ പ്രേമം പറഞ്ഞോ? ഇല്ല, എന്നോട് ഞാൻ പ്രേമല്ല, ഞാനൊക്കെ കുറെ കാലമായിട്ട് പറയാതെ. ഇത് വേറെ കാര്യമാണ്. ഞാനൊന്നും പ്രേമൊന്നും ഒരിക്കലും. കല്യാണം കഴിച്ചില്ല? കല്യാണം കഴിച്ചൊരു കുട്ടിയായി, പക്ഷെ ഇത് പ്രേമിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. ശരി. ഈ എന്റെ പ്രേമം പോട്ടെ, ഞങ്ങൾക്ക് ഇപ്പൊ ദിലീപന്റെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. അല്ല, എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഇതുപോലെ വല്ലപ്പോഴും കാണുമ്പോഴാണ്